കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചതെങ്കിലും 3 അധ്യായമുള്ള ഈ പ്രവാചകന്റെ ഈ പുസ്തകം നമ്മൾ വളരെ ചുരുക്കമായി ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ആനുകാലികമായി നടക്കുന്ന പല പ്രതികൂലവും അനുകൂലവുമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ മധ്യേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരാവുന്ന ചില ചോദ്യങ്ങളാണ് പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത്. ഹബക്കുക്ക് ഒരു പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഒരു വലിയ പ്രവചനമല്ല നടത്തുന്നത്, മറിച്ച് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന അനീതികൾ സഹിക്കാൻ പാടില്ലാതെ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ അതിന് ദൈവം തക്കതായിട്ടുള്ള മറുപടികളും കൊടുക്കുന്നതായിട്ട് കാണുകയാണ്. ചോദ്യങ്ങളും അതിനോടൊപ്പമുള്ള ഉത്തരങ്ങളും ലഭിച്ചപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മീക പക്വത കൈവന്ന പ്രവാചകൻ ഒരു പാട്ട് എഴുതുകയാണ്. അതാണ് 3-ാമത്തെ അധ്യായം. ആ പാട്ടെഴുതി ഈ ലോകത്ത് നടക്കുന്ന ഏത് സന്ദർഭത്തിൻ്റെ ഉള്ളിലും വിശ്വസ്തയോടുകൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ദൈവമനുഷ്യൻ്റെ ഒരു ആഹ്വാനവും നമുക്കതിൽ നിന്ന് ലഭിക്കുകയാണ്. ചുരുക്കത്തിൽ പ്രവാചകൻ ചില ചോദ്യങ്ങൾ, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ, ദൈവമേ ഈ ലോകം മുഴുവനും തിന്മ നിറഞ്ഞിരിക്കുകയാണല്ലോ, ദൈവം എന്തുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി ദൈവം അതിന് മറുപടി കൊടുക്കുകയാണ്. വീണ്ടും പ്രവാചകൻ ചില കാര്യങ്ങൾ കൂടി ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ദൈവം അതിന് മറുപടി കൊടുക്കുകയാണ്. ചോദ്യങ്ങളും മറുപടികളും ലഭിച്ചപ്പോൾ ഒരു ആത്മീക പക്വതയിലേക്ക് ഈ പ്രവാചകൻ വന്ന് തൻ്റെ വിശ്വസ്തതയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു പ്രവാചകന്റെ ഒരു മാതൃക. ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ചിന്ത ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയായിരിക്കും. കാരണം നമ്മളും സമാനമായിട്ടുള്ള ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ ഈ പ്രസംഗത്തിന്റെ ഒരു തലക്കെട്ട് കൊടുക്കുമ്പോൾ മനുഷ്യന്റെ ആവലാതിയും ദൈവത്തിന്റെ മറുപടിയും എന്നുള്ളൊരു തലക്കെട്ടാണ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ആവലാതികൾ. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വലിയ ആകുല ചിന്തയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും വരുമ്പോൾ നമ്മൾ നിരവധിയായ ചോദ്യങ്ങൾ ഒരുപക്ഷെ മനുഷ്യരോടായിരിക്കും ചോദിക്കുന്നത്, അല്ലേ? നമ്മുടെ കൂടെയുള്ളവർ ആരാണ്? നമ്മുടെ സ്നേഹിതന്മാരോടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർമാരോടായിരിക്കാം, ദേവദാസന്മാരോടായിരിക്കാം, സഹവിശ്വാസികളോടായിരിക്കാം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്നാൽ ഒരുപക്ഷെ വ്യക്തമായ മറുപടി നമുക്ക് മാനുഷികമായി ലഭിക്കണമെന്നില്ല. എന്നാൽ കൃത്യമായിട്ടുള്ള മറുപടി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനിടയായിത്തീരും. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹബക്കുക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ഠ ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം ആയിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളർന്നിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ 4 വാക്യങ്ങളിൽ 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ നിലവിളിച്ചിട്ടാണ് ദൈവത്തോട് ചോദിക്കുന്നത്, അല്ലേ? ദൈവമേ, എത്രത്തോളം ഞാനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് നീ കേൾക്കാതിരിക്കും? അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ ദൈവത്തോട് വെറുതെ പ്രാർത്ഥിക്കുകയല്ല, നിലവിളിച്ച് അയ്യം വിളിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. എന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ? ഞാൻ അതിൻ്റെ വാക്കുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോകാം. പ്രവാചകൻ തൻ്റെ സമൂഹത്തിൽ കാണുന്നത് വാക്കുകളിൽ പറഞ്ഞാൽ നീതികേട്, കവർച്ച, പീഡനം, അക്രമം, കലഹം, മത്സരം, ശണ്ഠ. ദുഷ്ടൻ നീതിമാനെ വളയുന്നു, ഉപദ്രവിക്കുന്നു, നീതി വളച്ചൊടിക്കപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പുറന്തള്ളപ്പെടുന്നു. ഇതാണ് പ്രവാചകന്റെ പരാതി. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാചകന് നല്ല ഉന്നതമായിട്ടുള്ള ഒരു നീതിബോധമുള്ള ഒരു പ്രവാചകനായിരുന്നു. അതുകൊണ്ടല്ലേ സമൂഹത്തിന്റെ തിന്മ കണ്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഒരു തിന്മ കണ്ടാൽ എന്താണ്? ഇന്ന് എല്ലാ തിന്മകളും നമുക്ക് TV-യിലൂടെ കാണാൻ കഴിയുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് വല്ല കൂസലുമുണ്ടോ? ഓ, അത് അവിടെ നടക്കും, അങ്ങനെ നടക്കട്ടെ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ള മനോഭാവമാണ് പലർക്കും ഉള്ളതെങ്കിൽ ഈ പ്രവാചകന്റെ ഒരു മനോഭാവത്തെ നമുക്കും ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രവാചകൻ നിലവിളിച്ചിട്ട് ചോദിക്കുകയാണ്, ദൈവമേ, ഈ ദുഷ്ടൻ നീതിമാനെ പീഡിപ്പിക്കുന്നു, കലഹമുണ്ടാകുന്നു, മത്സരമുണ്ടാകുന്നു, ശണ്ടയുണ്ടാകുന്നു, നീതികേട് സംഭവിക്കുന്നു, കവർച്ച സംഭവിക്കുന്നു, പീഡനം സംഭവിക്കുന്നു, അക്രമം സംഭവിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവമേ, ഇതെല്ലാം കണ്ടിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് മൗനമായിരിക്കുന്നത്? ദൈവത്തോട് പ്രവാചകന്റെ പരാതിയാണ്, ആവലാതി രേഖപ്പെടുത്തുകയാണ്. തന്റെ നീരസം അല്ലെങ്കിൽ തന്റെ വിഷമം, സങ്കടം, പ്രാർത്ഥന, ദൈവമേ, ഇതെല്ലാം കണ്ടിട്ടും അങ്ങ് എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? നമ്മളും പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലേ, അല്ലേ? ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രശസ്തനായ ഒരു മനുഷ്യൻ ചോദിച്ചു, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് ചെയ്യാനാണ്, അല്ലേ? സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാ. ഇങ്ങനെ ഇവിടെ ഒരു അതിക്രമം നടന്നിട്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട്, ഇങ്ങനെ ഒരു അക്രമം നടന്നിട്ട് ജീവനുള്ളൊരു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം പോലെ തന്നെ പ്രവാചകന്റെ ജീവിതത്തിലും ഉണ്ടാവുകയാണ്. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? ഈ പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന പ്രവാചകന് ഒരു മറുപടി കൊടുത്തു. ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തു. എന്താണ് ആ മുന്നറിയിപ്പ് കൊടുത്തത്? 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിക്കാം. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് ദൈവം പറഞ്ഞത്? പ്രവാചകന്റെ ആവലാതിക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും. അതായത് വിവരിച്ച് കേൾപ്പിച്ചാൽ പോലും ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോവുകയാണെന്നാണ് പ്രവാചകനുണ്ടായ ദൈവത്തിന്റെ മറുപടി, അല്ലേ? അപ്പോൾ പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെ അധർമ്മം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തെ നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രവാചകന് അരുളപ്പാട് കൊടുക്കുകയാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഉഗ്രതയും വേഗതയുമുള്ള കൽദായരെ ഞാൻ ഉണർത്താൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇന്ന് വരെ വിവരിച്ച് കേൾപ്പിച്ചാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് ദൈവം പ്രവാചകനോട് പറയുകയാണ്. നമുക്കിതിന്റെ ചരിത്രവും പശ്ചാത്തലവും ഒന്നും വിവരിക്കാൻ സമയമില്ലെങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. ഇസ്രായേൽ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകുവാൻ വേണ്ടി അങ്ങനെ പാപം അതിന്റെ കൊടുമുടിയിലെത്തിയപ്പോൾ ഉപശാന്തി ഇല്ലാതെ വണ്ണം ദൈവം അവരെ ശിക്ഷിക്കാൻ വേണ്ട ആ ദൈവത്തിന്റെ പരമാവധി ക്ഷമയും അസ്തമിക്കുന്ന സാഹചര്യത്തിൽ ദൈവം എന്ത് ചെയ്യുകയാണ്? ഉഗ്രതയുള്ള ഒരു ജാതീയ രാജ്യത്തെ ഒരു വടിയാക്കി ഇസ്രായേലിനെ പ്രഹരിക്കുവാൻ വേണ്ടി ആക്കി തീർത്തൊരു ചരിത്രം പ്രവചിക്കുകയാണ്. ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ വാസ്തവമായി അങ്ങനെ തന്നെ സംഭവിച്ചു. ആ ജനത്തെ കുറിച്ച് പറയുകയാണ്, അവരുടെ നിയമമാണ് അവരുടെ ചട്ടം എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിക്കും കാര്യങ്ങൾ അവർ ചെയ്യും. ഒരു നീതിയോ ന്യായമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. വൃദ്ധന്മാരെ ആദരിക്കാത്തൊരു ജനം, കുട്ടികളെ ആദരിക്കാത്തൊരു ജനം. എന്താണ് ദൈവജനത്തിനെതിരെ ഇങ്ങനെയുള്ളൊരു സമൂഹം എഴുന്നേറ്റ് വരുന്നത്? അവിടെയാണ് പ്രവാചകൻ കണ്ടത് ആ സമൂഹത്തിൽ നടക്കുന്ന കലഹം, മത്സരം, ശണ്ട, നീതികേട്, കവർച്ച, പീഡനം. ദൈവത്തിന്റെ അരുളപ്പാട് കൊടുത്തിട്ടും നേരെയാകാതെ വരുമ്പോൾ ദൈവം പറയുകയാണ്, ആര് പറഞ്ഞാലും വിവരിച്ചാലും വിശ്വസിക്കാൻ കഴിയാത്തൊരു പ്രവൃത്തിയ പ്രവാചക ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉഗ്രതയുള്ളൊരു ജനത്തെ വരുത്തും എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതിന്റെ 12-ാം വാക്യം വായിക്കാം. വീണ്ടും പ്രവാചകൻ ചില ആവലാതികൾ ദൈവത്തോട് പറയുകയാണ്. നമുക്ക് 12-13 വാക്യം വായിക്കാം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവയെ ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവയെ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെ പോലെയും ആക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രവാചകൻ രണ്ടാമതും ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദൈവമേ, അങ്ങ് പരിശുദ്ധനായൊരു ദൈവമാണ്. ദോഷം കണ്ടുകൂടാൻ കഴിയാത്തൊരു ദൈവമാണ്. തിന്മയും അശുദ്ധിയും ഒന്നും കാണാൻ കൂടാത്ത ദൈവമാണ് എൻ്റെ ദൈവം. പക്ഷേ ഇതൊക്കെയും ഇവിടെ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് വീണ്ടും ദൈവം മൗനമായിരിക്കുന്നു? ഇവിടെ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? വാക്കുകളിൽ പറഞ്ഞാൽ പീഡനം, ദ്രോഹം, ദുഷ്പ്രവൃത്തി, ദുഷ്ടൻ നീതിമാനെ വിഴുങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പക്ഷേ ദൈവമേ, അങ്ങ് പരിശുദ്ധനാണ്,
ദോഷം കണ്ടുകൂടാത്തവനാണ്, അശുദ്ധി ഒന്നും ദൈവത്തിന്റെ സന്നിധിയിൽ കാണാൻ കഴിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ദൈവമാണ്. പക്ഷേ ദൈവം ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കുകയാണല്ലോ എന്ന് പ്രവാചകൻ ചോദിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ പ്രവാചകൻ ആദ്യത്തെ ആവലാതിക്ക് മറുപടി ദൈവം കൊടുത്തു. ഉഗ്രതയുള്ളൊരു ജാതിയെ ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു, മറുപടി കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ആവലാതിക്കും മറുപടി കിട്ടുമെന്ന് പ്രവാചകനൊരു ഉറപ്പുണ്ട്, അല്ലേ? നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഒരു കാര്യം, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തിന് ദൈവം അതിന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മറുപടി തന്നാൽ നമുക്കൊരു ഉറപ്പുണ്ടല്ലേ, വീണ്ടും പ്രാർത്ഥിച്ചാൽ ആ ദൈവം വിളി കേൾക്കും, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നത്തിന് ദൈവം ഒരു പരിഹാരം വരുത്തും, അല്ലേ? നമുക്ക് അങ്ങനെയല്ലേ വിശ്വാസത്തിൽ വളരുന്നത്? നമ്മൾ ഒരിക്കൽ അബ്രാഹത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച്, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു, അല്ലേ? വിളിച്ചപ്പോൾ 75-ാം വയസ്സിൽ വിളിച്ചപ്പോൾ ഉണ്ടായ അബ്രാഹാം അല്ല, 99-ാം വയസ്സിലെത്തിയപ്പോൾ വർഷങ്ങൾ കൊണ്ട് അനുദിനം ദൈവത്തിൽ നിന്നും അബ്രാഹാം ചിലതൊക്കെ പഠിച്ചു, ചിലതൊക്കെ മനസ്സിലാക്കി. അങ്ങനെ അബ്രാഹാം ഒരു സ്നേഹിതനായി തീർന്നു, ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നു, അല്ലേ? ഇങ്ങനെ തന്നെ പടിപടിയായിട്ട് പ്രവാചകനും വളരുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു പടിപടിയായിട്ടുള്ള വളർച്ചയുണ്ടോ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒഴുക്കൻ മട്ടിൽ പ്രാർത്ഥിക്കുന്നു, മറുപടി ഒന്നുമില്ല. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? താഴേക്ക് പോകുവാനിടയായിത്തീരും. പക്ഷേ പ്രവാചകൻ ഇവിടെ വളരെ തീഷ്ണതയോടുകൂടെ, ആത്മഭാരത്തോടുകൂടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് കൃത്യമായ മറുപടി ദൈവം കൊടുത്തു. അപ്പോൾ പ്രവാചകനും ഒരു ഉത്സാഹമായി രണ്ടാമത്തെ കാര്യങ്ങൾ നിരത്തി വെച്ച് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, അങ്ങ് അനീതി കാണാത്ത, അല്ലെങ്കിൽ അശുദ്ധി ഒന്നും കണ്ടുകൂടാത്ത ദൈവമല്ലേ, ഇതെന്തുകൊണ്ട് വീണ്ടും ഇവിടെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് അങ്ങ് മൗനമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ പ്രവാചകൻ തന്നെ പറയുകയാണ്, 2-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. അപ്പോൾ പ്രവാചകൻ അല്പസമയം ഒന്ന് കാത്തിരിക്കുകയാണ്. കാരണം എന്താ? ആദ്യത്തെ ചോദ്യത്തിന് ദൈവം മറുപടി കൊടുത്തു, രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കും. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിന് കാത്തിരിക്കാം, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്താ പറഞ്ഞത്? പ്രവാചകൻ കാത്തിരിക്കുകയാണ് ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, പ്രവാചക, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുകയാണ്. അതായത് പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയാണ്. സമൂഹത്തിലെ തിന്മകളെ നോക്കി പ്രാർത്ഥിച്ചു. പ്രവാചകന്റെ വാദം ശരിയാണ്. പക്ഷേ ദൈവം ഇവിടെ മിണ്ടാതിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അവിടെ പ്രവാചകൻ ഒരു തെറ്റ് പറ്റുന്നുണ്ട്. കാരണം ദൈവം മൗനമായിരിക്കുന്നത് മാനുഷിക ചിന്തയിൽ മാത്രമേ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ദൈവം മൗനമായിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ പോലെ ഒന്ന് കണ്ടാൽ 2-ാം വാക്കിന് എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം പറയുകയാണ്, ഞാനൊരു അവധി വെച്ചിരിക്കുകയാണ്, ഞാനൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്, കർത്താവ് ഒന്ന് ക്ഷമിക്കുകയാണ്, കർത്താവ് ഒരു ദീർഘക്ഷമ കാണിക്കുകയാണ്. പക്ഷേ അത് വൈകിയാലും കൃത്യമായി അത് സംഭവിക്കുമെന്ന് ദൈവം പറയുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ക്ഷമയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 2 പത്രോസ് 3:14 പറയുകയാണ്, കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷ എന്ന് വിചാരിപ്പിൻ. പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് വരാൻ വൈകുന്നു എന്നുള്ള ആ ചിന്ത ഉണ്ടായപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവിന്റെ ദീർഘക്ഷമ എന്താണ്? രക്ഷാകരമാണ്. ദൈവം മിണ്ടാതിരിക്കുന്നതും ദൈവം അല്പം മൗനമായിരിക്കുന്നതിന് കാരണമുണ്ട്. എന്താണ്? ഒരുത്തൻ പോലും നഷ്ടപ്പെടാതെ അവൻ അവസരം കൊടുക്കുകയാണ്. ഞാൻ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? വെട്ടിക്കളയണ്ട, 1 വർഷം കൂടിയും അതിന്റെ ചുവടുകൾ വളമിടാം. നമുക്ക് സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ ഇറക്കിക്കളഞ്ഞുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. 21-ാം വാക്യം. ഇവ നീ ചെയ്തത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു.
എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളേ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. Praise the Lord. വ്യാഖ്യാനം അധികം വേണ്ട എങ്കിലും 21-ാം വാക്യം ഞാൻ പറയുകയാണ്. 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ സകല അനീതികളിലും അധർമ്മങ്ങളിലും കൂട്ടുചേർന്നിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അപ്പോൾ ഈ അതിക്രമവും അല്ലെങ്കിൽ എല്ലാ തിന്മകളും ചെയ്യുമ്പോൾ ദൈവമൊന്നും മിണ്ടുന്നില്ലല്ലോ, ദൈവവും നമ്മളെ പോലെ തന്നെയാണ്, ഇതിലൊന്നും വലിയ കഥയില്ല എന്ന് നീ നിരൂപിച്ചു എന്ന് ദൈവം പറയുകയാണ്. എന്നിട്ട് താഴേക്ക് പറയുകയാണ്, ദൈവത്തെ മറക്കുന്നവരെ, 21-ന്റെ അവസാന വാക്യം, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കൺമുൻപിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ദൈവം മിണ്ടാതിരിക്കുമ്പോൾ എന്നെ പോലെ തന്നെയാണ് ദൈവവും എന്ന് ചിന്തിക്കുന്നവരോട് പറയുകയാണ്. സകല തിന്മകളിൽ നടന്നിട്ട് ദൈവം ഇതിനൊന്നും ചോദിക്കുകയില്ലട്ടോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ പോലെയാണെന്ന് നീ ചിന്തിക്കരുത്. ഒരു ദിവസം ഞാൻ നിന്റെ മുൻപിൽ ഇതെല്ലാം നിരത്തി വെക്കും. ദൈവത്തെ മറന്നു കളഞ്ഞ് അനീതിയിൽ മുഴുകുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല എന്ന് സങ്കീർത്തനത്തിൽ പറയുകയാണ്. അപ്പോൾ ദൈവം മൗനമായിരിക്കുന്നു, ദൈവം മിണ്ടാതിരിക്കുന്നു, ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടാതെ, അല്ലെ? നമ്മുടെ പൊതുവെ വിശ്വാസ ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി കർത്താവ് പെട്ടെന്ന് വന്നാൽ മതി, അല്ലെ? കർത്താവ് പെട്ടെന്ന് വരണമെന്ന നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ എടുക്കപ്പെടും കേരളത്തിൽ നിന്ന്? ലോകത്തിന്റെ കാര്യം വിടുക, ഈ എറണാകുളം ജില്ലയുടെ കാര്യം മാത്രം ഒന്ന് എടുക്കുക. എത്ര പേരെടുക്കപ്പെടും? കർത്താവിനെ രക്ഷിതാവായി വിശ്വസിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ഗണം എടുക്കപ്പെടും. എന്നാൽ കർത്താവിനെ വിശ്വസിക്കാത്ത ഒരു വലിയ സമൂഹം കൈവിടപ്പെടുക ഉണ്ടാകും, അല്ലേ? അപ്പോൾ ദൈവം ഇന്ന് ഈ അധർമ്മവും അനീതിയും ചെയ്യുമ്പോൾ ദൈവം മിണ്ടാതിരിക്കുകയാ. ഇങ്ങനെ കാണുമ്പോഴാണ് പ്രവാചകൻ ചോദിക്കുന്നത്, ദൈവമേ, ഇത് കണ്ടിട്ടും എന്തേ മൗനമായിരിക്കുന്നു? ദൈവത്തിന്റെ മറുപടി, എന്റെ ദീർഘക്ഷമ അത് രക്ഷാകരമാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്കും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അല്പം കൂടി കാത്തിരിക്കുകയാണ്. പ്രവാചകന്റെ ആവലാതിക്ക് ദൈവം മറുപടി കൊടുക്കുകയാണ്. സമയം വൈകിയാലും, അല്പം കൂടി വെയിറ്റ് ചെയ്ത് അല്പം കൂടി കഴിഞ്ഞാലും കൃത്യമായി എന്ത് സംഭവിക്കുന്നു പറഞ്ഞത്? അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 4-ാം വാക്യമാണ് പ്രാധാന്യമുള്ള വാക്യം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2:4 വാക്യം. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്നുള്ളൊരു വാക്യം അവിടെ മനസ്സിലായി സത്യവേദ പുസ്തകത്തിൽ. ആ വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ POC ബൈബിൾ വായിക്കണം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. ഇനി സത്യവേദ പുസ്തകത്തിൽ വായിക്കണം, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. മനസ്സിലായോ? ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. ദുഷ്ടന്മാരോ ഇത് ഗ്രഹിക്കുകയില്ല, നീതിമാന്മാരോ ഇത് ഗ്രഹിക്കും. പല സ്ഥലങ്ങളിൽ ദൈവം അത് പറയുന്നുണ്ട്. ഇവിടെ പ്രവാചകനോടുള്ള മറുപടി ദൈവം പറയുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതൊരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള അധർമ്മങ്ങളും അനീതികളും പെരുകുമ്പോൾ, ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ മുരടിപ്പ് വരുമ്പോൾ, ഇതെല്ലാം ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കാണുമ്പോൾ ദൈവം എന്താ കണ്ണുപൊട്ടനാണോ, ദൈവം എന്താ കുരുടനാണോ, ചെകിടനാണോ എന്നൊക്കെ ചോദിക്കുന്ന സമൂഹത്തിന് നടുവിലും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ദൈവം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദുഷ്ടത കാണുമ്പോൾ ദുഷ്ടത ചെയ്യുന്നവൻ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇടവും വലവും നോക്കുമ്പോൾ അവൻ എങ്ങനെയാണ്? സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചില്ലേ, ദുഷ്ടനെ കാണുമ്പോൾ അവനോടുകൂടി ചേരുന്നു, അക്രമിയെ കാണുമ്പോൾ അവനോടുകൂടി ചേരുന്നു, ആരെ കിട്ടിയാലും തോളത്ത് കൈയിട്ട് നടക്കുന്നു.
എന്നിട്ട് ദൈവം പറയുകയാണ്, ഇതൊക്കെ ചെയ്യുമ്പോഴും നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ നിരൂപിക്കരുത്. ഒരു ദിവസം ഇതെല്ലാം നിരത്തി വെച്ച് കണക്ക് കൂട്ടി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നൊരു ദൈവമാണ് ദൈവം. ഞാനൊരല്പം ക്ഷമിച്ചിരിക്കുന്നുവെന്നേ ഉള്ളൂ, ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ എന്ന് പ്രവാചകനോട് പറയുകയാണ്. അപ്പോൾ പ്രവാചകന് ഈ 2 ചോദ്യത്തിനും 2 മറുപടി ലഭിച്ചപ്പോൾ ഏകദേശം ഒരു ആത്മീക പക്വതയുള്ളവനായി തീരുവാനിടയായിത്തീർന്നു. പിന്നീട് ദൈവം പറയുകയാണ്, ഒരു 5 അയ്യോ കഷ്ടങ്ങളെ കുറിച്ച് കൂടി പ്രവാചകന് വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ചിലരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അയ്യോ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നില്ലേ? ഇതുപോലെ ദൈവം പ്രവാചകരോട് പറയുകയാണ്, 5 കൂട്ടം ജനത്തെ നോക്കി പറയുകയാണ്, അവർക്ക് അയ്യോ കഷ്ടം. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും, ഇന്ന ആൾക്കാർക്ക് അയ്യോ കഷ്ടം എന്ന് പ്രവാചകന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആരൊക്കെയാണ്? വാക്കുകളിൽ മാത്രം ഞാനൊന്ന് പറയാം. അയ്യോ കഷ്ടങ്ങൾ, 5 അയ്യോ കഷ്ടങ്ങൾ ഇവിടെ പറയുകയാണ്. പണയപ്പണ്ടം വാങ്ങുന്നവർക്ക് അയ്യോ കഷ്ടം, ദുരാദായം ആഗ്രഹിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, മദ്യവും ലഹരിയും അതിന്റെ പുറകെ നടക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവസാനമായി പറയുകയാണ്, വിഗ്രഹാരാധികൾക്ക് അയ്യോ കഷ്ടം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വിഗ്രഹമാണ്. അതോടൊപ്പം ദൈവത്തെ കൂടാതെ അതിലുപരിയായി എന്തിനെ സ്നേഹിച്ചാലും അതും വിഗ്രഹാരാധനയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ 5 കൂട്ടം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, സമൂഹത്തിലെ വലിയ തിന്മകൾക്ക് അടിസ്ഥാനപരമായ 5 കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പോൾ ഒരു പ്രാർത്ഥന മനുഷ്യനായ ഹബക്കൂക്കിനോട് ആ നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിച്ച കാര്യത്തിന് കൃത്യമായിട്ടുള്ള ആലോചന ഈ പ്രവാചകന് ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രവാചകന് ഇതെല്ലാം കേട്ടപ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടികൾ മനസ്സിലായി. ദൈവം ഇങ്ങനെ കൈ കെട്ടി മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല, ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. ആ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പം വൈകിയാലോ അത് കൃത്യമായി സംഭവിച്ചിരിക്കും. നമുക്കറിയാം, നോഹയുടെ കാലത്ത് പ്രളയം വരുമെന്ന് പറഞ്ഞു. കാത്തിരുന്ന് കൃത്യമായി പ്രളയം വന്നു, അല്ലെ? ആര് വിവരിച്ചാലും കേൾക്കാത്തൊരു സംഭവം പറഞ്ഞു കൊടുത്തു. ആര് വിവരിച്ച് കേൾപ്പിച്ചാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞു. ഒരു കൽദയ ദേശത്തെ വരുത്തുമെന്ന് പറഞ്ഞു, കൃത്യമായി വരുത്തി. നമ്മുടെ ഈ തലമുറയോടും ആര് പറഞ്ഞാലും വിവരിച്ചാലും മനസ്സിലാക്കാത്തൊരു പ്രവൃത്തി ഇനി സംഭവിക്കാൻ പോവുകയാ. എന്താണത്? നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. യേശു ക്രിസ്തു വന്ന് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാലും വിവരിച്ചാലും മനസ്സിലാക്കാത്ത ജനത്തോട് ദൈവം പറയുകയാണ്, പ്രവാചക ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കും വന്ന് ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് അപ്പസ്തോല പ്രവൃത്തിയിലെ പൗലോസും പറയുന്നുണ്ട്, അല്ലെ? പ്രവാചക ഗ്രന്ഥത്തിൽ പറഞ്ഞു, ആര് വിവരിച്ചാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി. പ്രളയകാലത്ത് പ്രളയം വരുമെന്ന് പറഞ്ഞത് ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ല. കാരണം അന്ന് വരെ മഴയും കണ്ടിട്ടില്ല, പ്രളയം കണ്ടിട്ടില്ല. പക്ഷെ വിശ്വാസത്താൽ ഭയഭക്തി കൊണ്ട് നോഹ എന്ത് ചെയ്തു? വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചു, അല്ലെ? ഇവിടെ ഈ പ്രവാചകന്റെ കാലഘട്ടത്തിലും അവൻ വിശ്വസ്തയോട് കൂടെ ഇരുന്ന് അവന്റെ വിശ്വാസം കാക്കുകയാണ്. കാര്യം കുറെ ആവലാദികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവസ്ഥനിൽ അത് പകർന്നപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ദൈവം കൊടുത്തപ്പോൾ പ്രവാചകന് ആത്മീക പക്വതയുള്ളവനായി തീരുവാൻ ഇടയായിത്തീർന്നു. ആ പ്രവാചകൻ അതിനുശേഷം ദൈവത്തോട് പരാതി പറയുകയല്ല ചെയ്യുന്നത്. ദൈവത്തെ നോക്കി, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അത് ദൈവപ്രവൃത്തിയാണെന്നും മറ്റുള്ളവർക്ക് മാനസാന്തരപ്പെട്ട് കടന്നു വരാനുള്ള അവസരമാണ് ദൈവം അതിൽ ഒരുക്കുന്നതെന്നും പ്രവാചകൻ മനസ്സിലാക്കി. അപ്പോഴാണ് 3-ാം അധ്യായത്തിൽ വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ ഗീതം ചൊല്ലുകയാണ്. ആ പ്രാർത്ഥനാ ഗീതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ പറയുകയാണ്, മഹാമാരി, പകർച്ചവ്യാധി, ജ്വരാഗ്നി, ഭൂകമ്പം, ഭൂമികുലുക്കം, പർവ്വതങ്ങൾ പിളർക്കുന്നു, പർവ്വതങ്ങൾ ഒഴുകിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഉരുളപ്പൊട്ടല്. താഴേക്ക് പറയുകയാണ്, നദിയിൽ, സമുദ്രത്തിൽ, അപ്പോൾ തന്നെ പ്രളയത്തിൽ, വെള്ളപ്പൊക്കത്തിൽ, ഇടിമിന്നലിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ, ചുഴലിക്കാറ്റിലൂടെ ദൈവത്തിന്റെ കോപവും ക്രോധവും വർഷിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം ഇടപെടുകയാ. പ്രവാചകനത് മനസ്സിലായി. ദൈവം മിണ്ടാതിരിക്കുന്നുവെങ്കിലും ചില സാഹചര്യങ്ങളിലൂടെ, ചില പ്രവൃത്തികളിലൂടെ, ഈ പ്രകൃതിയിലൂടെ തന്നെ ദൈവത്തിലേക്ക് ഈ മനുഷ്യരെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ, സമുദ്രത്തിലും കടലിലും അല്ലെങ്കിൽ മറ്റുള്ള നദീജലത്തിലും
ചില പ്രത്യേക പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവാചകൻ അത് കാണാൻ കഴിഞ്ഞു. ഇതിലെല്ലാം ദൈവത്തിന്റെ വഴികളുണ്ട്. ഉരുളുപൊട്ടല് കഴിഞ്ഞ ദിവസം ഉണ്ടായല്ലേ, കഴിഞ്ഞ നാളുകൾക്ക് മുൻപ്. ഇന്ന് വരെ മനുഷ്യന് പരിഹരിക്കാൻ പറ്റാതെ കിടക്കുകയാ. ആ ജനത്തിനൊന്ന് മനസ്സിലാക്കാം, മനുഷ്യരിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമാണ്, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട അത് കൊടുത്തത്. 2018 വെള്ളപ്പൊക്കമുണ്ടായി. യഹോവ കൽപ്പിച്ചിട്ടുള്ള അല്ലാതെ പട്ടണത്തിൽ അനർത്ഥം വരുമോ? അമേരിക്കയിൽ കാട്ടുതീ. ദൈവം പറഞ്ഞിട്ടല്ലാതെ ഇവിടെ ഒരു അനർത്ഥവും ഭൂമിയിൽ സംഭവിക്കുന്നില്ല. എത്ര സ്ഥലങ്ങളിൽ ഭൂകമ്പമുണ്ടായി. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, തന്റെ വരവിന് മുൻപായി ഭൂകമ്പം, ക്ഷാമം, പകർച്ചവ്യാധി. ഒരൊറ്റ വാക്യം മാത്രമാക്കി ഒന്ന് വായിക്കാം. ഹബക്കൂക്ക് 3:5 മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു, ജ്വരാഗ്നി അവന്റെ പിന്നാലെ. മഹാമാരി അവന്റെ മുൻപിൽ നടക്കുന്നു. കർത്താവ് വരുന്നതിന് മുൻപേ ഒരു മഹാമാരി അവന്റെ മുൻപേ നടക്കുകയാ. ഒരു മഹാമാരി നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ പുറകിൽ കർത്താവ് വരുന്നുണ്ട്. ഈ മഹാമാരി വരുമ്പോൾ കഷ്ടതയുടെ ആ പിടിയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയുവാനിടയായിത്തീരും. ദൈവം കഷ്ടതയാൽ അവർ ഞെരുക്കുകയാ. കഷ്ടതയിലായത് എനിക്ക് നന്നായി, ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചുവല്ലോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാ. അപ്പോൾ ഈ വക പ്രവൃത്തിയിലൂടെ ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന സംഭവങ്ങൾ മുഴുവനും ഈ ജനത്തെ ദൈവത്തിലേക്ക് ദൈവം വിളിക്കുകയാ. അല്പമായിട്ടുള്ള ശിക്ഷകൾ കൊടുത്ത്, അല്പമായിട്ടുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ച്, മനസ്സുണ്ടായിട്ടോ ദൈവം മനുഷ്യപുത്രന്മാരെ ശിക്ഷിക്കുന്നത്? ഒരിക്കലും ദൈവത്തിന് മനസ്സില്ല തന്റെ മക്കളെ തല്ലുവാൻ. പക്ഷെ തല്ലിയാലേ ഞങ്ങൾ നന്നാവൂ എന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്തിരിക്കും. അത് പ്രവാചകന് മനസ്സിലായി. ദൈവമേ, നീ എന്തുകൊണ്ടാണ് ഈ ദുഷ്ടനോട് ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നത്? സംഭവിക്കും, ഞാൻ ഒരുക്കുന്നുണ്ട്. പക്ഷേ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നിലുള്ള ആശ്രയമുള്ളവർ അവർ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഒരു കാര്യം മനസ്സിലായി. ഈ ഭൂമിയിൽ എന്തും സംഭവിച്ചോളട്ടെ, സമൂഹത്തിൽ എത്രയോ തിന്മ സംഭവിച്ചു കൊള്ളട്ടെ, അതിൽ രക്ഷപ്പെടുവാൻ എനിക്കൊരു മാർഗം ദൈവം തെളിയിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതുമൂലം വിശ്വാസത്താൽ ജീവിക്കും എന്ന് പ്രവാചകൻ തീരുമാനിച്ചു. ഭൂമിയിൽ നടക്കുന്നത് അവൻ അങ്ങനെയാണ്, ഇവനെ എങ്ങനെയാണ് എന്ന് നോക്കി നമ്മുടെ ആത്മീക ജീവിതം നശിപ്പിക്കാനല്ല ദൈവം പറയുന്നത്. ഇവിടെ ദൈവം പറയുകയാണ്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പാതയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ തന്നിൽ ആശ്രയിക്കുന്നവർ ദൈവം അറിയുന്നുവെന്നാ പറയുന്നത്. കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് നമ്മളെ ദൈവം എത്തിക്കും. അത് പ്രവാചകൻ മനസ്സിലായി. ഇന്ന് പകലിൽ നിന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗീതം പാടുമ്പോൾ അവസാനം 17 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാകുന്നു, ഉന്നതകളിൽ മേൽ എന്നെ നടക്കുമാറാകുന്നു. സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്വം. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകന്റെ ആവലാതിക്ക് മുന്നിൽ അനേകം മറുപടികൾ ദൈവം കൊടുത്തു. യെശയ്യാ 57:16 വായിക്കുകയാണ്, ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എൻ്റെ മുൻപിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. പല പ്രവാചകന്മാരിലൂടെയും ദൈവവചനം ഉടനീളവും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കോപം ക്രോധവും ആ ക്ഷണത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സൃഷ്ടിച്ച മനുഷ്യർ എൻ്റെ മുൻപിൽ നിലനിൽക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് ദൈവം ക്ഷമിക്കുകയാ. ഇതെല്ലാം പ്രവാചകന് മനസ്സിലായപ്പോൾ പ്രവാചകൻ ഇതിന്റെ ഈ ഭൂമിയിൽ സംഭവിക്കുന്നതിന്റെ പുറകിലുള്ള കാര്യങ്ങളെ വിശദീകരിച്ചിട്ട് പറയുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രവാചകൻ പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലം അനുഭവിക്കുവാൻ ഫലമില്ല, എൻ്റെ ഗോശാലകളിൽ പശുക്കളില്ല, ആടുകളില്ല, ഇതൊന്നുമില്ലെങ്കിലും ഇവിടെ എന്താ പറയുന്നത്? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഭൗതിക നന്മകളൊന്നുമില്ല എങ്കിൽ പോലും, എനിക്ക് കഷ്ടതയാണെങ്കിൽ പോലും, ഇനി എന്തും വന്നോട്ടെ, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. കാരണം എന്താ? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിന്റെ വിശ്വാസം വ്യർത്ഥമല്ല, ദൈവത്തോടുള്ള ചേർന്ന് നിൽപ്പ് വ്യർത്ഥമല്ല.
ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതികൂലവും അത് സാരമില്ല എന്ന് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായോ? ഈ പ്രവാചകൻ ഇത് മനസ്സിലാക്കിയതുപോലെ ഇന്ന് പകലിലും ദൈവജനം, ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ, സമൂഹത്തിൽ കാണുമ്പോൾ നമ്മൾ മനസ്സുദാസീനപ്പെട്ടു പോകാതെ ദൈവം പറയുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമുക്കൊരു ഘടകമുണ്ട്, വിശ്വാസം എന്നുള്ള ആ അടിസ്ഥാനത്താൽ നമ്മൾ ജീവിക്കുവാനിടയായിത്തീരും. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യാശയുള്ള വാക്കുകൾ പറയാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ എന്തും സംഭവിച്ചു കൊള്ളട്ടെ, എനിക്ക് കടമാണോ, ബാധ്യതയാണോ, രോഗമാണോ, ഒരു കുഴപ്പവുമില്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ഈ പ്രവാചകനെ ദൈവം കൊണ്ടുവന്നു. ഈ പ്രവാചകൻ നടന്ന ഈ ആത്മീക വഴിയിലൂടെ ആത്മീക പക്വതയുള്ളവനായി തീർന്ന് ആ പ്രത്യാശയിൽ അവൻ ജീവിച്ചുവെങ്കിൽ ഈ പ്രവാചകന്റെ ഒരു മനോഭാവം ഉള്ളവർക്കേ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിന്നു പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കാറ്റിനാൽ ആടിയൊരുന്ന നാനാവിധത്തിലുള്ള ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ചിലർ അങ്ങോട്ടോടും ചിലർ ഇങ്ങോട്ടോടും നിലനിൽക്കാൻ കഴിയുകയില്ല. നമുക്കും കൃത്യമായിട്ടുള്ളൊരു ഉപദേശം ദൈവം തന്നിട്ടുണ്ട്. ഹബക്കൂക്കിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള ആഹ്വാനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ച ഈ മെസ്സേജിന്റെ തലക്കെട്ടെന്തായിരുന്നു? മനുഷ്യന്റെ ആവലാതിയും ദൈവത്തിന്റെ മറുപടിയും. അപ്പോൾ മനുഷ്യന് ആവലാതിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവത്തിന് കൃത്യമായ മറുപടിയുമുണ്ട്, പ്രവൃത്തിയുമുണ്ട്. അത് മനസ്സിലാക്കി ഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മീക പക്വതയുള്ളവനായി ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുവാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.